മുടിയെ സ്നേഹിക്കുന്നവർ മുടി ചീകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. അശ്രദ്ധമായി മുടി ചീകുന്നത് പലപ്പോഴും മുടി കൊഴിച്ചിലിനിടയാക്കിയേക്കാം. നനഞ്ഞ മുടി ചീകുന്നത് മുടി കൊഴിച്ചിലിന് മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകും കേട്ടോ. മുടി ഒരുവിധമെങ്കിലും ഉണങ്ങിയ ശേഷം മാത്രം ചീകുക. ചുരുണ്ട മുടി ചീകാൻ ബ്രഷ് ഉപയോഗിക്കുന്നത് മുടി പൊട്ടിപ്പോകുന്നതിനും സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടാനും കാരണമാവേ. അതുപോലെ തന്നെ ഒരിക്കലും കെട്ടിവെച്ച മുടിയിലൂടെ ചീപ്പ് ഓടിക്കരുത് കേട്ടോ. കെട്ട് മാറ്റിയതിന് ശേഷം മാത്രം ചീപ്പ് ഉപയോഗിച്ച് മുടി ചീകുക. മുടി ചീകുമ്പോൾ ഒന്നിച്ച് ചീകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മുടി കുറച്ചെടുത്ത് ചീകി അതിൻ്റെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ഒന്നിച്ച് മുടി ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എണ്ണ തേച്ചതിന് ശേഷം മുടി ചീകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് മുടി കൊഴിയുന്നതിന് മറ്റൊരു കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ തലമുടി നല്ലവണ്ണം ചീകിയതിന് ശേഷം മാത്രം എണ്ണയിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ചീപ്പ് ഉപയോഗിക്കുമ്പോൾ പല്ലകലം കൂടുതലുള്ളവ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജട മാറ്റുന്ന സമയത്ത് മുടിയുടെ തുമ്പിൽ നിന്നും ജട മാറ്റിയിട്ട് മുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ മുടി കൊഴിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും.